റവന്യൂ അവകാശങ്ങൾക്കായുള്ള മുനമ്പം നിവാസികളുടെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്ന് 1 കൊല്ലം പൂർത്തിയാകുന്നു. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിലെ ഹൈക്കോടതി നിരീക്ഷണം മുനമ്പം നിവാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സമരസമിതിയും സർക്കാരും തമ്മിലുള്ള ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടാതിരിക്കാൻ 1 വർഷം മുൻപാണ് മുനമ്പത്തെ ജനങ്ങൾ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്കായി വേളാങ്കണ്ണിമാത പള്ളിയങ്കണത്തിൽ സമരം ആരംഭിക്കുമ്പോൾ കാലതാമസമില്ലാതെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. 2024 ഒക്ടോബർ 13 ആരംഭിച്ച സമരം ഇന്ന് 1 വർഷത്തിലെത്തി നിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വളരെ ശുഭാപ്തി വിശ്വാസം നിറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നലെ പി രാജീവ് മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരെയും ജുഡീഷ്യൽ കമ്മീഷനുമായിട്ടെല്ലാം ചേർന്ന് ചർച്ച നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറലുണ്ട്. അതോടൊപ്പം തന്നെ ട്രൈബ്യൂണലിൽ ഇപ്പോൾ ഈ വിധിയുടെ പകർപ്പ് നമ്മൾ നാളെ തന്നെ എത്തിക്കുന്നുണ്ട്. അത് എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് കൂടി നമുക്ക് ആ വിധി ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്ത് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സമരം 1 വർഷം പിന്നിടുമ്പോൾ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന കോടതി നിരീക്ഷണം മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മൾ ശാശ്വതമായ പരിഹാരം കണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഉടനെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. ഇത് വഖഫ് ബോർഡല്ല എന്നുള്ളതിൻ്റെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പറയാനായിട്ട് ഹൈക്കോടതി ഒരു നീതിയോടുകൂടി ന്യായത്തോടുകൂടി പറഞ്ഞു എന്നുള്ളത് വളരെ കാര്യമാണ്. കോടതി നിരീക്ഷണത്തിന് പിന്നാലെ സർക്കാർ സമരസമിതിയുമായി നടത്തുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് തിരുവനന്തപുരത്താണ് നിർണായക ചർച്ച നടക്കുക. ഈ വിധിയോടനുബന്ധിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കുമെന്നും പ്രത്യേകമായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് നിരാഹാര സമരം നടത്തുന്ന ഈ 610 കുടുംബങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുമെന്നും ഇനിയൊരു നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ ഗവൺമെൻറ് ഇത് ഇടപെട്ട് ഉടനെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ഹൈക്കോടതി നിരീക്ഷണവും സർക്കാർ ചർച്ചകളും പുരോഗമിക്കുമ്പോഴും നിരാഹാര സമരം അവസാനിപ്പിക്കാൻ മുനമ്പത്തെ ജനങ്ങൾ തയ്യാറല്ല. സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾക്കായുള്ള മുനമ്പം നിവാസികളുടെ സമരം 1 വർഷത്തിലെത്തിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസകരമായ വിധിയുണ്ടായെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇവർ തയ്യാറല്ല. സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.